സാർ, ജമ്മു കാശ്മീർ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറുന്നു. അപ്പോൾ ധാരാളം ആളുകൾ അവിടേക്ക് വരുമ്പോൾ ഹൗസ് ബോട്ടിലും മറ്റും ചെലവഴിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഈ മനുഷ്യ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. അപ്പം ഈ ശ്രീധരനെ ഉൾപ്പെടെ ഇതിനകത്ത് നിയോഗിക്കുന്നു എന്ന് കേട്ടു. എന്താ വിശദാംശം? അത് ഒരു വലിയ പുതിയൊരു വാർത്തയാണ്. ഈ ശ്രീധരന് കാശ്മീരിലൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ജമ്മു കാശ്മീർ ഹൈക്കോർട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കാശ്മീരിലെ ജലമാലിന്യങ്ങൾ അവിടുത്തെ വാട്ടർ വേ അതോറിറ്റി കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഈ ശ്രീധരനാണ്, മെട്രോ മാൻ. അദ്ദേഹം അതിന് ഒരു പ്രായോഗികമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതെന്തെന്ന് വെച്ചാൽ ഈ DRDOയുടെ ഒരു കണ്ടുപിടുത്തമുണ്ട്. ഒരു ബയോ ബാക്ടീരിയ ഉപയോഗിച്ച് മനുഷ്യ മാലിന്യം നിർവീര്യമാക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ടെക്നോളജിയാണത്. ആ ടെക്നോളജി നമ്മൾ വേമ്പനാട് കായലിലെ ഹൗസ് ബോട്ടുകളിൽ ഉപയോഗിച്ച് വിജയപ്രാപ്തി കണ്ടതാണ്. അത് ദാൽ തടാകം ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ്. കാശ്മീരിൽ പോകുന്ന ഒരു ദാൽ തടാകത്തിൽ ഒരു ബോട്ട് സഞ്ചാരമെങ്കിലും നടത്തിയിട്ട് തിരിച്ചു വരിക എന്നത് ഹിന്ദി സിനിമയിലൂടെ ഉണ്ടാക്കിയ ഒരു പോപ്പുലാരിറ്റിയാണ്. അപ്പോൾ അത് ഒരു വലിയ അട്രാക്ഷനാണ്. അവിടെ അതിന് പുറമെ ഈ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് ഈ കാലാവസ്ഥാ മാറ്റം അനുസരിച്ച് വന്ന് ജലാശയത്തിൽ സ്ഥിരമായി കിടക്കുന്ന ഹൗസ് ബോട്ടുകളിൽ പാർക്കാനുള്ള ഒരവസരവുമുണ്ട്. അത് ദാൽ തടാകത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ്. അതായത് മാസങ്ങളോളം താമസിക്കുന്ന യൂറോപ്യൻസ് ഉണ്ട് വന്നിങ്ങനെ. അപ്പോൾ ഇവർ ഒക്കെ അതൊരു വീടായിട്ട് കണ്ടുകൊണ്ടാണ് വെള്ളത്തിലെ ഈ ബോട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ വിസർജ്യ മാലിന്യങ്ങളുണ്ട്. ഇത് തടാകത്തിൽ വീണ് അവിടുത്തെ ജലാശയം മലിനമാകുന്നത് വഴി പരിസരത്തുള്ള എല്ലാ ജലസ്രോതസ്സുകളും ഈക്കോളി കൊണ്ട് ഉപയോഗശൂന്യമായി പോകും. ഇതൊരു തലവേദനയായിരുന്നു കാശ്മീരിൻ്റെ, ദീർഘകാലമായിട്ടുള്ള തലവേദനയാണ്. ഈ ഭീകരപ്രവർത്തന കാലത്തൊക്കെ ഈ ദാൽ തടാകത്തിലേക്കുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ കുറഞ്ഞിരുന്നതുകൊണ്ട് അന്നത് കാര്യമായ ആരും അന്നത്തെ അവിടുത്തെ ഭരണകൂടമോ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ പുതിയ സാധ്യത ഈ 370 വകുപ്പൊക്കെ പിൻവലിക്കപ്പെടുകയും കാശ്മീരിൻ്റെ പ്രത്യേക പദവി മാറ്റിയിട്ട് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കണ്ടുകൊണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ വരികയും ഭീകര അവസ്ഥ അവസാനിപ്പിക്കുകയും ചെയ്തത് വഴി പുതിയ ഒരു കാശ്മീർ ഉണ്ടായിരിക്കുകയാണ്. ഈ കാശ്മീർ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ഭാഗമാകണോ വേണ്ട എന്നൊരു ചർച്ച പോലും ഇപ്പം കാശ്മീരികളുടെ ഇടയിലില്ല. അത്രയ്ക്ക് അവർ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന കാര്യത്തിലും അവർക്കിപ്പോൾ സംശയമൊന്നും. നമ്മളായിട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞു അല്ലേ? കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ശക്തികളെ അവർ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ അത് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടമൊന്നുമല്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് രമ്യതയിൽ പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ പുതിയ മുഖ്യമന്ത്രി അല്ല, രണ്ടാമത് മുഖ്യമന്ത്രിയായ ആളാണ്. അപ്പം ഒമർ അബ്ദുള്ള ഗവൺമെൻറ്റിന് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി നിലനിർത്തിക്കൊണ്ട് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ ഈ തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇന്ത്യയിലെ വിദഗ്ധന്മാരെ, ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ നമ്മുടെ രാജ്യത്താണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ശ്രീധരൻ്റെ സേവനം തേടിയത്. അപ്പോൾ സമുദ്ര പ്ലാനറ്റ് എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അവരിതിലൊരു എക്സ്പെർട്സാണ്. ഈ ബയോബാക്ടീരിയ ഉപയോഗിച്ചിട്ട് മനുഷ്യ മാലിന്യം നിർവീര്യമാക്കുകയും ജലത്തിലെ മാലിന്യം, പ്രത്യേകിച്ചും മനുഷ്യ മാലിന്യം മൂലം ഉണ്ടാകുന്ന ഭീകരമായ പതോജൻസ്, രോഗാണുക്കളെ വിമുക്തമാകുന്ന ഒരു പ്രക്രിയയിൽ അവർ വിജയിച്ചിട്ടുള്ളവരാണ്. അവരുടെ സേവനമാണ് ശ്രീധരൻ അവിടെ പ്രയോഗിക്കുകയും അത് നല്ല ഫലം കാണുകയും അവിടുത്തെ വാട്ടർ അതോറിറ്റിക്ക്, അവിടുത്തെ ഈ ഹൈക്കോടതി ഏർപ്പെടുത്തിയ കമ്മിറ്റിക്കും ഇത് ബോധ്യമാവുകയും ചെയ്തു. അങ്ങനെ ആ പ്രക്രിയ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ദിവസേന കേരളത്തിൽ നടക്കുന്ന ധാരാളം വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ അന്തരീക്ഷം മാറുകയൊക്കെ ചെയ്തതുകൊണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്താണ് അവിടെ ഒരു വലിയ തുരങ്കം കൂടി ഉദ്ഘാടനം, പ്രൈം മിനിസ്റ്റർ അവിടെ പോയി. അപ്പം ഈ അമർനാഥ് യാത്ര പുനരാരംഭിക്കാവുന്ന അവസ്ഥയായി.
മഞ്ഞുകാലം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, ഏപ്രിലായി കഴിഞ്ഞാൽ അമർനാഥ് യാത്രയ്ക്കുള്ള വഴി തുറന്ന് കിട്ടും. റെയിൽവേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അവിടെ ട്രെയിൻ സർവീസ് വരാൻ പോകുന്നു. പിന്നെ ഈ തുരങ്കപാത രണ്ടാമത്തത്, അടൽ പാത അവിടെ നേരത്തെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ തരം കാര്യങ്ങളൊക്കെ പല അർത്ഥത്തിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിക്കുന്നതിന് സ്ട്രാറ്റജിക്കലായ ഒരുപാട് പ്രാധാന്യമുള്ളതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ സർവ്വതോമുഖമായ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും ഇത് സഹായമായി തീരുക. അപ്പോൾ ആർട്ടിക്കിൾ 320 എടുത്തു കളഞ്ഞാൽ ജമ്മു കാശ്മീർ നിന്ന് കത്തുമെന്ന് പറഞ്ഞവർക്ക് കൃത്യമായ മറുപടി അല്ല. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ തലവന് അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണകൂടത്തിന് ഒരു സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുക എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ജമ്മു കാശ്മീർ അല്ലേ? അതാണ് ഈ ഒമർ അബ്ദുള്ള ഭരണകൂടം മനസ്സിലാക്കുകയും ഇപ്പോൾ മോദിയെ അടക്കം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പഴയ കോൺഗ്രസ് നേതാവായിരുന്ന ആസാദിനെ അറിയാം, ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 370-ാം വകുപ്പ് 70 കൊല്ലം പഴക്കമുള്ള ഒരു കാലഹരണപ്പെട്ട നിയമമാണ്. അതിന് തിരിച്ചു കൊണ്ടുവരാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അത് കാശ്മീരിൽ ഇനി വില പോവില്ല എന്ന് മാത്രമല്ല, 600 വർഷം മുമ്പ് കാശ്മീരിലുണ്ടായിരുന്ന ഒരു സാംസ്കാരിക ഔന്നത്യം ഉണ്ടായിരുന്നു. അത് മടങ്ങി വരുവാനുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഭാഗ്യവശാൽ ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. അതിനോട് നിലവിലുള്ള കാശ്മീരിലെ ജനങ്ങൾ പൊരുത്തപ്പെടുകയാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഗുലാം നബി ആസാദ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ 600 വർഷം മുമ്പുള്ള ഈ സാംസ്കാരിക അവസ്ഥ കാശ്മീർ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. പക്ഷെ നമുക്കത് ഊഹിക്കാം. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ മുഴുവൻ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അത് ചെറിയ ആളുകളൊന്നുമല്ല. നമ്മൾ പേര് പറഞ്ഞാൽ അവരെല്ലാം നമുക്ക് സുപരിചിതരാണ്. കാരണം അവരില്ലെങ്കിൽ ആർഷ സംസ്കാരത്തിലെ പല അധ്യായങ്ങളും മടങ്ങിക്കേണ്ടി വരും. ആ തരത്തിൽ എത്രയോ പേരാണ് നമുക്ക് പേര് പറയാൻ പറഞ്ഞു തുടങ്ങിയാൽ. ചരകൻ 400 BC ജീവിച്ചിരുന്നതാണ്. ചരക സംഹിത എഴുതിയ ആൾ. പിന്നെ കാശ്യപ മുനി, ഇവിടെ നാടാണ് കാശ്മീർ. പിന്നെ ലഹാദ ഗണിതശാസ്ത്രം ഉണ്ടാക്കിയ ആൾ. പണ്ഡിറ്റ് വിഷ്ണു ശർമ്മ പഞ്ചതന്ത്ര കഥകളുടെ ഉപജ്ഞാതാവ്. നാഗസേന, ഭരതമുനി, ഭരതനാട്യത്തിൻ്റെ 600 ശ്ലോകം നാട്യശാസ്ത്രത്തെ പറ്റി എഴുതിയ ആളാണ് ഭരതമുനി ഒരു കളം വരച്ചു. വസുഗുപ്ത ശിവസൂത്രം എഴുതിയ ആളാണ്. അഭിനവഗുപ്ത ഈ സ്പിരിച്വൽ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ അഭിനവഗുപ്തനെ തന്ത്രലോക് എന്ന 35 വർക്ക്സ് അദ്ദേഹത്തിൻ്റെ അനശ്വരമായ വർക്കുണ്ടെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോമനന്ദ ദുർവാസാവിൻ്റെ ശിഷ്യനാണ് സോമനന്ദ. ഉൽപ്പലദേവ, ആനന്ദവർദ്ധനൻ ധ്വനി സിദ്ധാന്തം ആവിഷ്കരിച്ച പണ്ഡിതനാണ് ആനന്ദവർദ്ധൻ്റെ ധ്വനി സിദ്ധാന്തം വലിയ കാവ്യ മീമാംസകന്മാർ എപ്പോഴും കോട്ട് ചെയ്യുന്നത്. പിന്നെ ഭാമക കാവ്യാലങ്കാരം എഴുതിയ ആളാണ്. വാമഭട്ട് അഷ്ടാംഗ ഹൃദയം ആയുർവേദക്കാരും അലോപ്പതിക്കാരും ഫോളോ ചെയ്യുന്നൊരു കൃതിയാണ്. പിന്നെ ഉപദേവ, ജയന്തഭട്ട്, പതഞ്ജലി, യോഗസൂത്ര ആവിഷ്കരിച്ച പതഞ്ജലി മഹർഷി, ഇവരെല്ലാം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. ഇവരുടെ എല്ലാം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് കാശ്മീർ. ഈ പറഞ്ഞ പേരുകാരാണല്ലോ നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ ഏറ്റവും ബൗദ്ധ്യമായ സംഭാവനകൾ അർപ്പിച്ച ആളുകൾ. അങ്ങനെയുള്ളൊരു സ്ഥലത്തെ കാലക്രമേണ പിന്നീടുണ്ടായ രാഷ്ട്രീയ കാരണങ്ങളാൽ അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടായി. ഇതിൻ്റെ കഥയാണ് ആസാദ് സൂചിപ്പിച്ചത്, അദ്ദേഹം പറയാതെ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളിൽ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യൻ സംസ്കൃതി എന്താണ്? അതുപോലെ കാളിദാസൻ ജന്മം കൊണ്ട് കാശ്മീരുകാരനല്ലെങ്കിലും പക്ഷേ അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ച് കാവ്യരചന നടത്തിയത് കാശ്മീരിലാണ്, കാശ്മീർ താഴ്വരകളിലാണ്. കുമാരസംഭവം, മേഘസന്ദേശം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം തുടങ്ങി ഋതുസംഹാരം മുഴുവൻ കാശ്മീരാണ് ഇല്ലേ? മാറി മാറി വരുന്ന ഋതുക്കളുടെ ളെയും മനുഷ്യജീവിതത്തെയും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ഭാവന ചെയ്ത ഒരു മഹാകാവ്യമാണ് ഋതുസംഹാരം. മലയാളത്തിൽ വേണ്ടത്ര പരിഭാഷ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഋതുസംഹാരം പോലെയുള്ള മനോഹരമായ കൃതികൾ കാളിദാസന് എഴുതാൻ പ്രചോദനമായ പ്രദേശമാണ് കാശ്മീർ താഴ്വര.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കാശ്മീരിനെ വീണ്ടെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്ന കാശ്മീർ വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് മനുഷ്യജീവിതത്തിൻ്റെ മേന്മ ഉയർത്തുവാനുള്ള ഇതുപോലുള്ള മാലിന്യമുക്തമായ സാങ്കേതിക അറിവുകൾ പ്രയോജനപ്പെടുത്തി ആ നാട്ടിലെ ജീവിതം മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ശ്രീധരനും സംഘവും അവിടെ പുതിയ പ്രവർത്തനമായിട്ട് ചെല്ലുന്നു, കാശ്മീർ ജനതയ്ക്ക് പുത്തനൊരു ഉണർവ് നൽകുന്നു അല്ലേ? നമുക്കും അഭിമാനിക്കാം അല്ലേ മലയാളികൾ എന്നതിൽ. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്നവൻ എന്തുതരം ചരിത്രം പഠിച്ചിട്ടാണ്? അപ്പോൾ ഈ കള്ളച്ചരിത്രം വായിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അനുവദിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.